ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായി കാണുന്നത് എൻ്റെ ഒരു സംരംഭം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുമെങ്കിലും ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്കത് നടപ്പാക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കതൊരു സ്വപ്നമായിട്ട് തന്നെ നമ്മളത് ബാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഭാഗ്യമുണ്ടായി, നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്നുവെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നമ്മൾ സ്വയം ഏറ്റെടുത്തല്ല, നമുക്ക് അങ്ങനെ ഒരു സഹായം വന്നു കിട്ടിയതാണ്. അപ്പോൾ അന്നതേ നമ്മളുടെ വാർഡ് മെമ്പറെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചധികം കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു 100-ൽ പരം കസ്റ്റമേഴ്സ് ഉണ്ട് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്ന. അപ്പോൾ എല്ലാവരെയും വിളിച്ച് ഇത്തിരി വലിയ രീതിയിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമുക്ക് ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് അത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് കിട്ടിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയൊരു ഉദ്ഘാടനം ചെയ്തതാണത്. എങ്കിലും ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് അയൽവാസികളും വാർഡ് മെമ്പറും പിന്നെ 2-3 കസ്റ്റമേഴ്സ് അന്ന് വിളിച്ചുള്ളൂ. ഞാൻ എല്ലാവർക്കും കൂടി വന്നാൽ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ കുറച്ച് കണ്ട് ഇവിടെ ഇങ്ങനെ കൊളുത്തിട്ടിരിക്കുന്നതായ നെറ്റുമേലൊക്കെ നൈറ്റി ബിറ്റാട്ടോ. അന്ന് ഞാൻ കുറച്ചെന്ന് വെച്ചാൽ ഒരു 100-നടുത്ത് ഉണ്ടായിരുന്നു നൈറ്റി ബിറ്റ്. നമ്മൾ ഹോൾസെയിലായി വാങ്ങി ഇനാഗുറേഷനൊക്കെ അല്ലേ, അപ്പം അന്ന് അവിടെ അങ്ങനെ കൊളുത്തി നല്ല ഭംഗിയിൽ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് തന്നെ അല്ലെങ്കിലും അന്ന് ഈ നിൽക്കുന്ന ഒരുപാട് പേര് അന്ന് നൈറ്റി ബിറ്റ് നമ്മളെ നിന്ന് എടുക്കുകയും സ്റ്റിച്ച് ചെയ്യാൻ തരികയും ചെയ്തു. പിന്നെ 1-2 ദിവസം ഇങ്ങനെ മറ്റുള്ള കസ്റ്റമേഴ്സും ഷോപ്പ് കാണട്ടെ എന്നും പറഞ്ഞ് അവരും വന്ന് ഇതേപോലെ നൈറ്റി ബിറ്റൊക്കെ എടുത്ത് ആ ബിറ്റ് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് സെയിലായിട്ടോ. അതിലൊരു 5-10 എണ്ണമാണ് ബാലൻസ് വന്നത്. അതെല്ലാം ചിലവായി. അത് അവരവിടെ തന്നെ അവരുടെ മെഷർമെൻ്റ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അതൊക്കെ അങ്ങനെ ഭംഗിയായിപ്പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഓരോ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് ശ്രമിക്കാതിരിക്കുന്നവരും ഉണ്ട്, ശ്രമിച്ചിട്ട് ഫലം കാണാത്തവരും ഉണ്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണതയിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും നടക്കും. നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ഭാഗ്യം എവിടെയെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു സഹായം കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുതിയ സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞു തരാം, എനിക്കതെങ്ങനെ സഹായം ലഭിച്ചു, എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ഓരോ പുതിയ സംരംഭകർക്കും അതൊരു പ്രചോദനമായിരിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വളരെ പ്രയോജനം ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആരും അതറിയാം